എന്തു പറ്റി ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ഗർഭമാണ്. ഡോക്ടർ, ഞാൻ വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. ഗിരിജെ, ആരാണ് ഇതിന് ഉത്തരവാദി? ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം എന്തായാലും എന്നോട് തുറന്നു പറയൂ. ഒരു കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല. പക്ഷേ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചുവെന്ന ചീത്തപ്പേര് കേൾക്കാൻ എന്നെ കൊണ്ടാവില്ല ഗിരിജെ. എന്നോട് പറയാവുന്നതാണ് സത്യമെന്നുണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ രാജുവേട്ടൻ മരിച്ചുവെന്ന് കരുതിക്കൂ. ഞാൻ പറയും രാജുവേട്ട. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഗോപേട്ടനാണ്. രാജുവേട്ടനൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറാണ്. പക്ഷേ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ആരെയും ബോധിപ്പിക്കാനല്ല ഗിരിജെ, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് സത്യം പറയാൻ ആവശ്യപ്പെട്ടത്. ഇനി നിന്നെ വിട്ടുപോകാൻ എനിക്കാവില്ല. രാജേട്ടൻ ഈ വീട് വിട്ടു പോയേ തീരൂ. ഗിരിജെ, നമ്മൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് അതാണ് നല്ലത്. ഈ വീട് വിട്ടു പോയാലും മറ്റുള്ളവരുടെ കണ്ണിപ്പെടാതെ രാജേട്ടൻ ഈ പരിസരത്തുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ വീട് വിട്ടു പോയാൽ നിന്നെ മാത്രം ക്രൂശിക്കാനായിരിക്കും ആളുകളുടെ ശ്രമം. പക്ഷേ രാജേട്ടൻ ഇവിടെ ഉണ്ടായാൽ എന്റെ ജീവിതം തകരുന്നത് രാജേട്ടൻ നോക്കി കാണേണ്ടി വരും. ഞാൻ പറയുന്നു കേൾക്കൂ. രാജേട്ടൻ ഇപ്പോൾ തന്നെ പോണം. വല്ലപ്പോഴും ഈ അനുജത്തി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വന്നാൽ മാത്രം മതി. ഇല്ല, ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ രാജേട്ടന്റെ മുന്നിൽ വെച്ച് എന്റെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും അവസാനമായിരിക്കും രാജേട്ടൻ കാണുന്നത്. പോകൂ രാജേട്ട, പോകൂ. ഇല്ലെങ്കിൽ ശവമോ? എവിടെ? എസ്റ്റേറ്റ് ഒക്കെ പിള്ളേരെ സംസാരിക്കുന്നു. ഫാക്ടറി മാനേജർ. ശരി, ഞാൻ വരുന്നു. കാണാം. ഇങ്ങക്ക് എന്തിന്റെ കേടാ ബാപ്പാ? അല്ല മോളെ, ആ പെൺകുട്ടിന്റെ മയ്യത്ത് കണ്ടപ്പോ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ല. ബാപ്പ ആരെ കണ്ടെന്നാ പറയാ? ജീപ്പിലുള്ളവരെ ബാപ്പ കണ്ടോ? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയും ബാപ്പ, മോന്റെ ബാപ്പ അങ്ങ് ദുബായിലാ. ഇനി ബാപ്പയും കൂടി പോലീസും കോടതിയുമായിട്ട് നടന്നാ പിന്നെ പൊരയിലെ കാര്യം നോക്കാൻ ആരാ? ഈ പറയണത് നേരാണ് മോളെ. ബാപ്പയ്ക്കറിയില്ലേ ഈ എസ്റ്റേറ്റ് മോശമാണെന്ന്? മനുഷ്യന്റെ കോലവും ചെകുത്താന്റെ മനസ്സുമാണ് ബാപ്പ ഇവിടുത്തെ മനുഷ്യർക്കുള്ളത്. നമ്മൾ എന്തിനാ വല്ലവരെയും വിരോധം വാങ്ങിക്കണം? നിങ്ങൾ ഈ എസ്റ്റേറ്റ് ഫാക്ടറി ഓഫീസ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 3 വർഷമായി സർ. മരിച്ചുപോയ അംബികയെ സാധാരണ നിങ്ങൾ കാണാറുണ്ടായിരുന്നു? ഉണ്ട് സർ, എസ്റ്റേറ്റ് റോഡിലും മറ്റുമായി. അവൾക്ക് വിരോധികൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല സർ. ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ളവരെ അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ രാജു എന്നൊരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്നതും ഒന്നിച്ച് നടക്കുന്നതും കാണാറുണ്ട്. ആരാണ് രാജു? എസ്റ്റേറ്റ് അതിർത്തിയിൽ താമസിക്കുന്ന ഗിരിജ എന്ന പെൺകുട്ടിയുടെ അമ്മാവന്റെ മകനാണ് രാജു. അയാൾ അവിടെ തന്നെയാണോ താമസം? അവിടെ ആയിരുന്നു താമസം. ഇന്ന് രാവിലെ മുതൽ അയാളെ കാണാനില്ലെന്ന് ആളുകൾ പറയുന്നത് കേട്ടു. ഓഹോ, ശരി, നിങ്ങൾക്ക് പോവാം. ശരി സർ. അടുത്ത ആൾ വിളിക്കൂ. തോമസ്. ഗിരിജെ,
എന്നെ വല്ലവരുടെയും കൊച്ചിന്റെ തന്തയേക്കാളുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഗോപിയേട്ടൻ, നീ ഇത്ര വലിയ തേവടിച്ചാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിന്റെ വലയിൽപ്പെട്ടുപോയി എന്നെ വേണം പറയാൻ. എന്നെ വിശ്വസിക്കൂ ഗോപേട്ട. ഇത്ര കാലം അവന്റെ കൂടെ ഈ വീട്ടിൽ അഴിഞ്ഞാടി നിന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്റെ ജീവിതം തകർത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇനി അവളെ തൊട്ടാൽ അന്റെ മയ്യത്തെ നമ്മൾ എടുക്കും. ഈ പോലീസാണെന്ന് വിചാരിച്ചാടാ ഈ പെൺകുട്ടീനെ പട്ടിയെ തല്ലുമ്പോൾ തല്ലുന്നത്. അന്റെ കെട്ടുകളാണ് അവള്. അനക്ക് എന്താണ് ആദ്യം അവളെ തല്ല? വീട്ടിൽ കയറി പെൺകുട്ടികളെ തല്ലിയാൽ അന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഈ ഒന്നും മിണ്ടാണ്ടിരി മോളെ. ഇവനാര് തുക്കിടി സായിപ്പോ? ഓക്ക് തെറ്റ് പറ്റിയെങ്കിൽ അതിന്റെ കാരണക്കാർ നീയാ. ഓളെ തന്റെ മയ്യത്തായപ്പം അനക്കോളെ കൊണ്ടുപോകൂടായിരുന്നോ? മൂപ്പര് സുജായി കവഞ്ഞൊരു ലോഹ്യം കൂടാൻ. വേണ്ട മൊയ്തീൻക. ഗോപിട്ട, ഗോപിട്ട, മൊയ്തീൻക. ദേഷ്യം വന്നപ്പോ നമ്മളെ തന്നെ മറന്നുപോയി. അന്നെ തല്ലുന്ന കണ്ടപ്പോ നമ്മളെ സോറാനെ തല്ലുന്ന പോലെയാ ഞമ്മക്ക് തോന്നിയത്. ഗിരിജേ, ഗിരിജേ, ഗിരിജേ. രാജേട്ടനോ? നീ ഇതുവരെ ഉറങ്ങില്ലേ? രാജേട്ടൻ വരുമെന്ന് മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് കാത്തിരിക്കായിരുന്നു. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. സ്വന്തം അനിയത്തി പോലും ഇങ്ങനെ കാത്തിരിക്കാറില്ല ഗിരിജെ. നീ എന്നെ സ്നേഹം കൊണ്ട് കൊല്ലുകയാണ് മോളെ. രാജേട്ടൻ ഇരിക്കെ, ഞാൻ ചോറ് വിളമ്പട്ടെ. വേദന കൊടുക്കാനും അനുഭവിക്കാനും മാത്രമേ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അംബിക എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അന്ന് അവൾ പറഞ്ഞു, ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ലെന്ന്. ഒരുപക്ഷെ അവളെ കൊലയ്ക്ക് കൊടുത്തത് ഞാനായിരിക്കും.